ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു പച്ചമീൻ വ്ളോഗ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ നിറച്ചാണ് കേട്ടോ. അതിന് നമ്മൾ 1 കിലോ കൂന്തൽ എടുത്തിട്ടുള്ളത്. 1 കിലോ കൂന്തൽ ഇത് മസാലയൊക്കെ നിറച്ചിട്ട് പൊരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ, കൂന്തൽ നിറച്ചത്. അപ്പോൾ ആദ്യം ഈ കൂന്തലൊന്ന് വൃത്തിയാക്കി എടുക്കാണ്ട് ഇതിൻ്റെ സ്കിന്നൊക്കെ കളയണം, ഉള്ളിലത്തെ വേസ്റ്റൊക്കെ മാറ്റണം. ആദ്യം വൃത്തിയാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല, അത് ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ട മസാല റെഡിയാക്കണം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 2 സബോള, കുറച്ച് ചെറിയ ഉള്ളി, ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യം ഒന്ന് അരിഞ്ഞ് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ആദ്യം ഈ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തു. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ കൂന്തലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ സ്പൂൺ കൊണ്ടാണ് നിറക്കുന്നത്. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി സ്പൂൺ കൊണ്ടാക്കി കേട്ടോ. സ്പൂണല്ല എളുപ്പം, ഇത് നിറയ്ക്കാൻ എളുപ്പം നമ്മൾ കൈ കൊണ്ട് തന്നെ നിറയ്ക്കുന്നതാണ് ഏറ്റവും എളുപ്പം കേട്ടോ. അത് സ്പൂൺ കൊണ്ട് നിറയ്ക്കുമ്പോൾ ശരിക്കും കറക്റ്റ് ആവില്ല, പുറത്തേക്ക് പോകുള്ളൊക്കെ. കൈ കൊണ്ട് നിറക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ വീഡിയോ കാണിക്കുന്ന കാരണം സ്പൂൺ കൊണ്ട് നിറച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇത് നിറച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം, ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഒരു 2 വിസിൽ വരണ വരെ. ഓക്കെ, ഇനി നമ്മളെ ചീഞ്ചട്ടിയിലേക്ക് തന്നെ മാറ്റാൻ കേട്ടോ. നമ്മൾ അതിലത്തെ ഗ്രേവി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലത്തെ ഗ്രേവി എടുത്തിട്ട് ഇത് കുറച്ച് കുരുമുളക് പൊടിയും വേപ്പിൻ്റെ ഇല പിന്നെ മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതിലിട്ടൊന്ന് വറുത്തെടുക്കാൻ പോകാം കേട്ടോ. ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം മൊത്തത്തിലേക്ക് ഇട്ടിട്ട്. ഇത്രയും ഗ്രേവി ആവശ്യമില്ല, നമ്മളെടുത്ത ഗ്രേവി കൂടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ചട്ടി നനയാനുള്ള ഗ്രേവി ആവശ്യമുള്ളൂ കേട്ടോ. ഇത്രയും ഗ്രേവിയുടെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, ഇത് നമ്മളെ കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഗ്രേവി കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് എന്താ പറയുക ക്രിസ്പിയായി കിട്ടിയിരുന്നു. എങ്കിലൊന്നും കുഴപ്പമില്ല, ഈ കാണുന്ന പോലെ കേട്ടോ, ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് കഴിച്ചിട്ട് ടേസ്റ്റ് പറയാം. അതല്ല കേട്ടോ പിന്നെ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവർക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.